ബാലയെ കൊണ്ട് പൊറുതിമുട്ടിയ രണ്ട് സ്ത്രീകൾ, എലിസബത്തും അമൃതയും. അമൃത ഇതിനു മുമ്പ് പരാതിയൊക്കെ കൊടുക്കുകയും സോഷ്യൽ മീഡിയയിൽ ഇതിനെപ്പറ്റിയൊക്കെ സംസാരിക്കുകയും ചെയ്തു. അപ്പോഴൊക്കെ തന്നെ അമൃതയെ വല്ലാതെ ചീത്ത വിളിച്ചും സൈബർ ബുള്ളിങ് ചെയ്തുമായിരുന്നു കൂടുതൽ ആൾക്കാരും. കാരണം എല്ലാവരുടെയും കണ്ണില് ബാല ചാരിറ്റി ചെയ്യുന്നു, ഇത്രയും നല്ലൊരു ഒരു തമിഴ് മകൻ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ബാലയായിരുന്നു ചേർത്ത് പിടിച്ചിട്ടുണ്ടായത്. അമൃതയുടെ കുറ്റം കൊണ്ടാണ് ബാല ഇങ്ങനെ ആയതെന്നും ബാലയെ വേണ്ടാത്ത മകള് ഇപ്പൊ ഈ അടുത്ത് തന്നെ മകൾക്ക് ഇൻഷുറൻസ് കൊടുത്തതിൽ നിന്ന് ആ പണമൊക്കെ പിൻവലിച്ചുകൊണ്ട് അമൃതയുടെ കള്ളയൊപ്പൊക്കെ ഇട്ടത് നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടായി. ആ സമയത്തും എല്ലാവരും അമൃതയാണ് കുറ്റപ്പെടുത്തിയത്. അച്ഛനെ വേണ്ടാത്ത മകൾക്ക് എന്തിനാണ് പണം, ആ അച്ഛനെ വേണ്ട പണം വേണം, ഇതൊക്കെയായിരുന്നു എല്ലാവരും സംസാരിച്ചിട്ടുണ്ടായത്. എന്തോ എല്ലാവരും ബാലയാണ് കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായത്. പക്ഷേ എലിസബത്തിന്റെ കൂടെ സപ്പോർട്ട് ചെയ്താണ് കൂടുതലും ആളുകൾ ഉണ്ടായിരുന്നത്. എന്നാൽ എലിസബത്ത് ഒരിക്കലും കൂടുതലായി ഇതിനെപ്പറ്റി ഒന്നും സംസാരിച്ചിട്ടുണ്ടായില്ല. എലിസബത്ത് ഒരു ഡോക്ടറാണ്, അവരുടെ ജോലി ചെയ്ത് അവരെവിടെയോ താമസിക്കുന്നു. എന്തായാലും ആ സമയത്ത് അമൃതയുമായുള്ള പ്രശ്നങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ തന്നെ എലിസബത്ത് ബാലയെ പേടിച്ചാണ് ദൂരെ ഓടി മാറിയത് എന്നൊരു സംസാരം ഉണ്ടായിട്ടുണ്ടായി. ഇപ്പോ ബാലയും കോകിലയും കൂടി കൊടുത്ത ഒരു ഇന്റർവ്യൂവിൽ ഇതെന്റെ രണ്ടാമത്തെ കല്യാണമാണെന്ന് പറഞ്ഞിട്ടുണ്ടായി. അപ്പോ മൂന്നാമത് കല്യാണം കഴിച്ച എലിസബത്ത് ആരാ? ആദ്യം വേറൊരു പെണ്ണിനെ കല്യാണം കഴിച്ചു, 2 വർഷം താമസിച്ചു. അതിനുശേഷം അമൃതയെ കല്യാണം കഴിച്ചു, ഒരു 8 വർഷത്തോളം ജീവിച്ചു, അതിലൊരു കുഞ്ഞുണ്ടായി. മൂന്നാമത് എലിസബത്തിനെ കല്യാണം കഴിച്ചു. എലിസബത്തിനെ കല്യാണം കഴിക്കുന്നത് സോഷ്യൽ മീഡിയയിലൊക്കെ വീഡിയോയും ഫോട്ടോയുമായി ഉണ്ടായിരുന്നു. കൂടാതെ അവർ താമസിക്കുമ്പോൾ എലിസബത്തിന് കുക്ക് ചെയ്ത് കൊടുക്കുന്നു, എലിസബത്തുമായി പുറത്തു പോകുന്നതും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ അതൊരിക്കലും അയാളുടെ ലിസ്റ്റിലില്ല. അയാൾ പറയുന്നത് ഇതെന്റെ രണ്ടാമത്തെ കല്യാണമാണ്. അതൊന്നും പോരാത്തതിന് ഇയാൾക്ക് കരളിന് അസുഖമായി കിടന്നപ്പോൾ ബാലയെ എലിസബത്ത് എന്ന് ഡയറക്റ്റായിട്ട് പറയുന്നില്ല, മരുന്ന് മാറിക്കൊടുത്തു എന്ന് പറഞ്ഞു. ഈ 250 കോടി ആസ്തിയുള്ള ബാലയ്ക്ക് ആരെയും പേടിക്കണ്ടല്ലോ, എന്തുകൊണ്ട് അന്ന് പരാതി കൊടുത്തില്ല? ഇപ്പൊ കോകിലിയെ കിട്ടിയപ്പോഴാണോ എലിസബത്ത് നോക്കിയതൊക്കെ തെറ്റാണെന്ന്? ഇത് കോകിലിയും 2-3 വർഷം കഴിയുമ്പോൾ കോകിലിയുടെ അവസ്ഥ എന്താവും എന്നറിയില്ല. കാരണം ബാല ഈ ലിസ്റ്റുകൾ ഇങ്ങനെ കൊണ്ടുപോവാണ്. 4ാമത്തെ ഭാര്യയാണ് ഈ കോകില. പക്ഷെ എലിസബത്ത് ഭാര്യയായിരിക്കുന്ന സമയത്ത് ഒരുപാട് അനുഭവിച്ചിട്ടുണ്ടായി. എലിസബത്തിനെ എന്തൊക്കെയോ അയാൾ ചെയ്തിട്ടുണ്ടായെന്ന് അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് എലിസബത്ത് പേടിച്ച് മാറി നിൽക്കുന്നതെന്ന്. ആ സമയത്ത് എലിസബത്ത് ഒരു ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു. അത് പോലീസ് കേസായിട്ടുണ്ടായി. സ്റ്റേഷനിൽ നിന്ന് എലിസബത്തിന്റെ വീട്ടുകാരെ വിളിച്ച് മകളെ കൂട്ടിക്കൊണ്ടു പോകണം എന്നൊക്കെ പറഞ്ഞെങ്കിലും അതിനെതിരെ ഒരു കേസ് ഉണ്ടായില്ല. അത് പണത്തിന്റെ കളി കൊണ്ടോ അല്ല സിനിമ നടൻ സെലിബ്രിറ്റി എന്നതുകൊണ്ടായിരിക്കോ അറിയില്ല. ഏതായാലും അതൊരു കേസ് ഉണ്ടായില്ല. പലപ്പോഴും എലിസബത്ത് ഡിപ്രഷൻ മൂഡിലും ഡിപ്രഷന്റെ ടാബ്ലറ്റ് ഒക്കെ എടുത്താണ് ബാലയുടെ കൂടെ താമസിച്ചെന്ന് പറയും. എന്തൊക്കെയാണെങ്കിലും ബാലയ്ക്ക് കരളിന്റെ പ്രശ്നമായി ജീവനോട് മല്ലിട്ട് കിടക്കുമ്പോൾ ഈ എലിസബത്തെ ഉണ്ടായിരുന്നുള്ളൂ. ആ നോക്കിയതിന് പോലും നന്ദിയില്ലാതെ മരുന്ന് മാറിക്കൊടുത്തു എന്നും കൂടാതെ പേഷ്യന്റിനോട് വശീകരിച്ചാണ് ശരിക്കും ബാലയെ നേടിയത്, അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട്. ഇതൊക്കെ സഹിച്ച് ആ കുട്ടിയുടെ മാനസികാവസ്ഥ തകർന്ന് ഒരു ഡിപ്രഷൻ ലെവലിലാണ് ഉള്ളത്. ആ കുട്ടി ഓരോ കമന്റ് ഇട്ടപ്പോ ശരിക്കും ആ കുട്ടി പറയുന്നുണ്ട്, എൻ്റെ കൈ വിറച്ച് എനിക്കൊന്നും എഴുതാൻ പോലും പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട്. ആ കുട്ടിയെ ആരെങ്കിലും എത്രയും പെട്ടെന്ന്, കുട്ടിയുടെ വീട്ടുകാരായാലും ശരി, ഫ്രണ്ട്സ് ആയാലും ശരി, എല്ലാം ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും ഈ കുട്ടിയെ ഒന്ന് ചേർത്ത് പിടിച്ച് കൗൺസിലിങ്ങോ അങ്ങനെ എന്തെങ്കിലും കൊടുത്ത് ആ കുട്ടിയെ രക്ഷിക്കണം. കാരണം ആ ഒരു അവസ്ഥയിലാണ് ആ പെൺകുട്ടി ഇപ്പൊ കടന്നു പോകുന്നത്. ബാലയുടെ കൂടെ താമസിക്കുമ്പോൾ എത്രയും സഹിക്കാൻ പറ്റാത്ത എന്തൊക്കെയോ ആ കുട്ടി സഹിച്ചിരിക്കുന്നു. കൂടാതെ തോന്നുന്നത് ഭീഷണി ഉണ്ടെന്ന്. കാരണം ഇവരുടെ സ്വകാര്യ ദൃശ്യങ്ങളൊക്കെ അയാൾ പകർത്തി വെച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ പുറലോകത്തോട്ട് ഇടും എന്നുള്ള ഒരു ഭീഷണി ഈ പെൺകുട്ടിക്കുള്ളത് കൊണ്ടാണ് ഈ പെൺകുട്ടി ഒന്നും പറയാതെ മാറി നിന്നത്. പക്ഷെ ഇപ്പോ ഒരു ഡോക്ടറായ എലിസബത്തിന്റെ എത്തിക്സ് പോലും മറന്ന് മരുന്ന് മാറിക്കൊടുത്തു എന്നൊക്കെ പറയുമ്പോൾ ആ കുട്ടിക്ക് സഹിക്കാൻ പറ്റുന്നതിന്റെ അങ്ങേ അറ്റായിട്ടുണ്ട്. എന്നാലും ആ കുട്ടിക്ക് കൂടുതലൊന്നും പറയാൻ പറ്റാതെ ഡിപ്രഷൻ ലെവലിലേക്ക് ആ കുട്ടി ഇപ്പൊ തന്നെ ചോദിക്കുന്നുണ്ട്, ഞാൻ ഇനി ഈ ഒരു കമന്റ് ഇട്ടിട്ട് ആത്മഹത്യയിലേക്ക് പോയാല് അത് കേസാവോ? ഒരു ഡോക്ടർ, ഉയർന്ന കുടുംബത്തിൽ ജനിച്ചൊരു പെൺകുട്ടി, 2 ചേട്ടന്മാര് ഡോക്ടർ, അച്ഛനും അമ്മയും വലിയൊരു ഉയർന്ന ഉദ്യോഗസ്ഥര്, ഈ ഒരു വീട്ടിൽ നിന്ന് ഒരു ഡോക്ടറായി മാറിയതിന് ശേഷം ഈ ബാലയിലേക്ക് എങ്ങനെ ഈ പെൺകുട്ടി എത്തിപ്പെട്ടു എന്നറിയില്ല.
എന്തായാലും അതും ഒരു രണ്ടാം കല്യാണം, ചെറിയൊരു പെൺകുട്ടി. അത് എത്തിപ്പെട്ടത് മറ്റൊന്നിനും വേണ്ടിയിട്ടായിരിക്കില്ല, സ്നേഹിച്ച് അങ്ങനെ ആയിപ്പോയതായിരിക്കാം. കാരണം സ്നേഹം കാണിച്ചു ബാല, അഭിനയിച്ചു ബാല. പക്ഷെ ഈ കുട്ടി ഒറിജിനലായിട്ട് മനസ്സുകൊണ്ട് ആത്മാർത്ഥമായി ബാലയെ സ്നേഹിച്ചത് കൊണ്ടായിരിക്കാം ഈ ഒരു വീട്ടിൽ നിന്ന് ഈ ബാലയിലേക്ക് ഈ കുട്ടി എത്തിപ്പെട്ടത്. ഉയർന്ന കുടുംബത്തിൽ ജനിച്ച ഈ എലിസബത്ത് എങ്ങനെ ബാലയിലേക്ക് എത്തിപ്പെട്ടു എന്നത് ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അച്ഛനും അമ്മയും ഉയർന്ന ഉദ്യോഗസ്ഥര്, 2 ചേട്ടന്മാർ ഡോക്ടർ, എലിസബത്ത് ഡോക്ടർ. ഇത്രയും വിദ്യാഭ്യാസവും വിവരവും എല്ലാം ഉള്ള ഒരു കുടുംബത്തിൽ ജനിച്ച ഒരു പെൺകുട്ടി. എലിസബത്തിനും ഒരുപാട് വിവരമുള്ള കുട്ടി. എന്നിട്ടും ഈ രണ്ടാം വിവാഹമായ ബാലയിലേക്ക് എത്തിപ്പെട്ടത് ഈ പെൺകുട്ടിയുടെ മനസ്സിൽ ആ ബാലയോടുള്ള സ്നേഹം കൊണ്ട് മാത്രം ആയിരിക്കുമല്ലോ. അല്ലാതെ ഈ ബാലയുടെ 250 കോടിയോ അല്ല ഈ അവിടെയും ഇവിടെയും 1-2 സിനിമയിൽ അഭിനയിക്കുന്ന സെലിബ്രിറ്റി പദവിയാണോ? ഒന്നുമല്ല, മനസ്സുകൊണ്ട് സ്നേഹിച്ചു പോയി. അതേ സമയത്ത് ബാല സ്നേഹം അഭിനയിച്ചു. കാരണം ബാലക്ക് സ്നേഹം ഉണ്ടെങ്കിൽ ബാല ഇങ്ങനെ ചെയ്യില്ല. ഒരു പാവം പെൺകുട്ടി. അമൃത പിന്നെയും കുറച്ചും കൂടി ഒരു സ്മാർട്ട് ഗേളാണെങ്കിലും വിചാരിക്കുക. എലിസബത്ത് ഒരു പാവം പെൺകുട്ടി, നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അതേസമയത്ത് ആ സ്നേഹത്തിന് ഒരു വിലയും ഈ ബാല കൊടുത്തിട്ടുണ്ടായില്ല. അതിനേക്കാൾ കൂടുതൽ ആ വീട്ടിൽ നിൽക്കുമ്പോൾ എലിസബത്തിനെ വീട്ടിൽ വെച്ചിട്ട് തന്നെ ഒരുപാട് സ്ത്രീകളുമായിട്ട് ഈ ബാലയ്ക്ക് അടുപ്പമുണ്ടാണെന്ന് പറയുന്നത്. എന്നിട്ടും ഈ എലിസബത്തിനെ ഞാൻ കല്യാണം കഴിച്ചില്ല എന്നുള്ള രീതിയിൽ ഇന്റർവ്യൂലൊക്കെ പറഞ്ഞപ്പോൾ ആ കുട്ടിയുടെ മനസ്സ് അന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടായി, എലിസബത്ത് ബാലയെ വേണ്ടെന്ന് വെച്ച് പോയതാണോ? അല്ല, എലിസബത്തിനെ കറിവേപ്പില പോലെ വിട്ടതാവാനാണ് സാധ്യത. അതുപോലെ തന്നെ എലിസബത്ത് അമ്മയാവില്ല. നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞ മച്ചി എന്നുള്ള രീതിയിൽ ആരോടൊക്കെയോ ഈ ബാല പറഞ്ഞെന്ന് പറയുന്നു. ഇതൊക്കെ ഒരു സ്ത്രീക്ക് വല്ലാത്ത വേദനയാണ്. എന്നിട്ടും ഈ കരളും അസുഖമായി കിടന്നപ്പോൾ അത് ജീവനോടെ ഉണ്ടാവുമോ മരിക്കുമോ എന്ന് പോലും അറിയാത്തൊരവസ്ഥയിൽ ഈ എലിസബത്ത് ഹോസ്പിറ്റലിൽ നിന്ന് ഈ ബാലയെ നല്ലതുപോലെ നോക്കിയിട്ടും അവിടെയും എലിസബത്തിനെ തള്ളിപ്പറയുക ചെയ്തത്. ഏതായാലും ആ ഒരു പെൺകുട്ടിയുടെ മാനസിക നില മൊത്തം തകർന്നിട്ട് വല്ലാത്തൊരു ഡിപ്രഷൻ ലെവലിലോട്ടാണ് പോകുന്നത്. ആ കുട്ടി പറയുന്നത് ആർക്കും മനസ്സിലാവുന്നില്ല. ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ ചിലവർ കളിയാക്കും. എന്താണ് ഡിപ്രഷൻ? ആ കുട്ടി തന്നെ, ഇത്രയും വിവരമുള്ള ആ കുട്ടിക്ക് എഴുതുന്നത് അതിലുള്ള ഗ്രാമർ മിസ്റ്റേക്ക് പോലും ആ കുട്ടിക്ക് പറയാനോ അറിയാനോ പറ്റുന്നില്ല. ആ കുട്ടി പറയുന്നു, എൻ്റെ കൈകൾ തളർന്നു പോകുന്നെന്ന്. ശരിയാണ്. കാരണം സ്നേഹിച്ച ഒരു പുരുഷൻ ഇതുപോലെ തള്ളിപ്പറയുന്നു. ഒരാളെ കാണുമ്പോൾ മറ്റൊരാളെ വേണ്ടാതാവുന്ന. എന്തായാലും അത് കൂടാതെ ഭീഷണിയുണ്ട്. അവരുടെ സ്വകാര്യ നിമിഷങ്ങളൊക്കെയും അത് പുറത്തോട്ട് കൊടുക്കും അല്ലെങ്കിൽ പുറത്താക്കും എന്നുള്ള ആ ഒരു ചിന്ത ആ പെൺകുട്ടിക്ക് കൂടുതൽ ഒന്നും പറയാനുള്ള ഒരു മാനസികാവസ്ഥ കിട്ടുന്നില്ല. അതാ പെൺകുട്ടി പറഞ്ഞ കാര്യം. അല്ലാതെ ഈ ബാലയിൽ നിന്ന് വേറെ എന്തെങ്കിലും ഭീഷണിയുണ്ടോ ഒന്നും അറിയില്ല. ആ കുട്ടി ഒരുപാട് സഹിച്ചത് കൊണ്ടായിരിക്കാം. കാരണം കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ ഉള്ള ആ എലിസബത്തിനെയും ഇപ്പോൾ ഉള്ളൊരു എലിസബത്തിനെയും കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഏതോ ഒരു യുദ്ധഭൂമിയിൽ ഒറ്റപ്പെട്ടു പോയ ഒരു പെൺകുട്ടിയുടെ ഒരവസ്ഥയാണ് ആ പെൺകുട്ടിക്ക് ഇപ്പോൾ. ഏതായാലും അവിടുന്ന് ഓടി മാറി ഇപ്പോൾ വേറെ എവിടെയോ ആണെങ്കിലും ഇപ്പോൾ ഒറ്റയ്ക്ക് നിർത്താതെ ഈ എലിസബത്തിന്റെ അമ്മയോ അച്ഛനോ ആ കുട്ടിയെ കൂട്ടിക്കൊണ്ടുവന്ന് കൂടെ നിർത്തി ആ കുട്ടിയുടെ മനസ്സൊന്ന് ശരിയാവുന്നത് പോലെ വരെ കൂടെ നിൽക്കണം. അല്ലെങ്കിൽ ആ കുട്ടി എന്താണ് ചെയ്യുക എന്നുള്ളത് നമുക്ക് ആലോചിക്കാൻ തന്നെ പറ്റാത്ത അവസ്ഥയാണ്. ഇപ്പോ പുകഴ്ത്തി പറയുന്ന കോകില എലിസബത്ത് അവിടെ ഉണ്ടായിരുന്നപ്പോഴും ഈ കോകിലയോടെ വന്നിട്ടുണ്ട്. അപ്പൊ ഇവരുടെ ബന്ധം നല്ലതായിരിക്കില്ലല്ലോ. ഇതൊക്കെ നേരിട്ട് കണ്ടിട്ടുണ്ടാവും എലിസബത്ത്, ചോദ്യം ചെയ്തിട്ടുണ്ടാവാം. ആ സമയത്തൊക്കെ എലിസബത്തിനെ നന്നായി ഉപദ്രവിച്ചിട്ടുണ്ടാവാം. അതൊക്കെ കൊണ്ടാണ് ആ കുട്ടി അന്നൊന്നും പറഞ്ഞില്ല. കാരണം പുറകില് ഭീഷണിയുണ്ട്. ഇന്നും മുഴുവനായി പറയാതെ കുറച്ച് കമന്റ്സ് എഴുതിയിട്ട്, അതും ഈ പെൺകുട്ടിയെ എതിരായി പറഞ്ഞൊരു കമന്റ്സിന്റെ അടിയിലാണ്. എങ്ങനെ തോന്നുന്നു? സ്ത്രീകൾ പോലും വന്നിട്ട് ഈ മരുന്ന് മാറിക്കൊടുത്തില്ലേ, എലിസബത്തിന്റെ എല്ലാ കാര്യങ്ങളും പുറലോകം അറിഞ്ഞു. കാരണം ഇത് 4ാമത്തെ പെണ്ണാണ് ഈ കോകില. എല്ലാ സ്ത്രീകൾക്കും ഈ ബാലയെ കുറ്റം പറയുന്നുവെങ്കിൽ ബാലക്കല്ലേ കുഴപ്പം? 1, 2, 3 പെൺകുട്ടികൾ പോയിട്ടാണ് ഇപ്പൊ കോകില വന്നിരിക്കുന്നത്. കോകിലയും ഇപ്പൊ പ്രസന്റ്ലി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ലിസ്റ്റാണ്. ഇത്ര വർഷം മുതൽ ഇത്ര വർഷം വരെ ഒരാള്, അങ്ങനെ ഓരോ ലിസ്റ്റാണ്. എലിസബത്തിനെ കല്യാണം കഴിച്ചപ്പോൾ അമൃതയെ കാണിക്കാൻ പോലെ അമൃതയെ കുറ്റപ്പെടുത്തിക്കൊണ്ടോ, അമൃത വേറൊരാളെ തിരഞ്ഞെടുത്തപ്പോൾ അയാളെ കുറ്റപ്പെടുത്തിക്കൊണ്ടോ ഇവരുടെ ജീവിതത്തിൽ എന്നും വന്നിങ്ങനെ നിൽക്കുകയാണ് ഇയാള് ദ്രോഹിക്കാൻ വേണ്ടി. ഓരോ പുതിയ ജീവിതം തിരഞ്ഞെടുക്കുമ്പോഴും അതുവരെ കൂടെ ഉണ്ടായിരുന്ന സ്ത്രീകളെ കുറ്റം പറയുക എന്നുള്ളത് ഈ ബാലയുടെ ഒരു ഹോബിയാണെന്ന് തോന്നുന്നു. എലിസബത്തിനെ കിട്ടിയപ്പോൾ അമൃതയെ എന്തൊക്കെയോ പറഞ്ഞു. ഇപ്പൊ കോകിലയെ കിട്ടിയപ്പോൾ എലിസബത്തായി. എലിസബത്തിനെ കല്യാണം കഴിച്ചു എന്നതുപോലും
ഇയാൾ പറയുന്നില്ല എൻ്റെ രണ്ടാമത്തെ കല്യാണമാണെന്ന്. അപ്പൊ എലിസബത്ത് ചോദിക്കുന്നുണ്ട്, അപ്പൊ എന്നെ റേപ്പ് ചെയ്തതാണോ എന്ന് പോലും ആ കുട്ടി ചോദിക്കുന്നുണ്ട്. അപ്പൊ ആ പെൺകുട്ടിയുടെ ഒന്നോ രണ്ടോ വാക്കാണ് കമന്റ്സും മെസ്സേജുമായിട്ട് പുറത്തു വരുന്നത്. ഒരുപാട് ഉള്ളിൽ കിടക്കുന്ന ചോദ്യങ്ങൾ ആ പെൺകുട്ടി തുറന്നു പറയുന്നില്ല. ഏതായാലും ബാല, നിങ്ങൾ ഒരു വട്ടം മരണത്തിന്റെ മുഖത്തെത്തിയിട്ട് അവിടുന്ന് അമ്മയുടെ പ്രാർത്ഥന കൊണ്ടോ എന്തുകൊണ്ടോ നിങ്ങൾ തിരിച്ചു വന്നതാണ്. ഇനിയും ആ മുഖത്തോട്ട് മരണമുഖത്തോട്ട് എത്താൻ ഒരു നിമിഷം മതി. ഒരു കരളൊക്കെ മാറ്റി വെച്ച് തിരിച്ചു വന്നതാണ്. നന്മ ചെയ്യുന്നില്ലെങ്കിലും ദ്രോഹിക്കാതിരുന്നുകൂടെ? അതും നിങ്ങളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച സ്ത്രീകളോട്. ആ സ്ത്രീകള് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നത് നിങ്ങളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ട് തന്നെയാണ്. അതേസമയം നിങ്ങൾ ഉള്ളില് ഒരു സാഡിസം പോലെ ഓരോ സ്ത്രീകളെ മാറി മാറി യൂസ് ചെയ്യുന്ന നിങ്ങൾക്ക് ആരോടും സ്നേഹം ഉണ്ടാവില്ല. സ്വന്തം രക്തത്തിൽ പിറന്ന മകളെ പോലും നിങ്ങൾക്ക് സ്നേഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇവരൊക്കെ ഒരു ഇരകൾ മാത്രമാണ്. അതേസമയം ഈ പെൺകുട്ടികൾ നിങ്ങളെ സ്നേഹിച്ചിരുന്നു. അതുകൊണ്ടാണ് അവർക്ക് ഡിപ്രഷനിലോട്ട് പോകേണ്ടി വരുന്നത്. നിങ്ങൾക്കൊരു പെണ്ണിനെ കിട്ടുമ്പോഴത്തേക്ക് കുക്ക് ചെയ്യുന്നു, കഴിക്കുന്നു, നിങ്ങൾ ഇന്റർവ്യൂ കൊടുക്കുന്നു, നിങ്ങളുടെ മനസ്സിൽ പോലും നിങ്ങൾക്ക് ഇവരെ ആരുമില്ല. ഇനിയെങ്കിലും നിങ്ങൾ ദ്രോഹിക്കാതിരിക്കാനെങ്കിലും നിങ്ങൾ ശ്രമിക്കുക. ആ പെൺകുട്ടികൾ സമാധാനമായിട്ട് ജീവിച്ചു പോകട്ടെ. അവർക്കൊന്നും നിങ്ങൾ കൊടുത്തിട്ടില്ല. അവരവരുടെ തൊഴിൽ ചെയ്ത് അവർ ജീവിക്കട്ടെ.